സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലിട്ട് കിടക്കാം. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും സാമ്പാറും ആട്ടോ ആക്കുന്നത്. അങ്ങനെ തന്നെ കുക്കറൊക്കെ എടുത്ത് വെച്ചു. കുക്കറെടുത്ത് വെച്ചപ്പോഴാണ് മനസ്സിലായത് കുക്കറിൻ്റെ പിടി നന്നായിട്ട് ലൂസാണ്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് അപ്പോൾ അതിനകത്തുള്ളൊരു ചെറിയൊരു മുറുകിയിരിക്കുന്നൊരു സൈസ് ഇതുണ്ടല്ലോ, അതങ്ങ് എവിടെയോ മിസ്സായിപ്പോയി. പിന്നെ അതിനുശേഷം അതാണെങ്കിൽ പിന്നെ എത്ര മുറിക്കായാലും നേരെ ഇരിക്കത്തില്ല കേട്ടോ, ഭയങ്കര പാടാണ്. അതിനി കടലെങ്ങാനും പോകുമ്പോൾ റെഡിയാക്കണം. അങ്ങനെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി വെച്ചു. സാമ്പാറിന് ഞാൻ പരിപ്പ് അതിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറി ഞാൻ തലേന്ന് അത് ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി ഊറ്റിയിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ രാവിലെ എടുത്ത് പിന്നെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തങ്ങ് ഇടാമല്ലോ. അങ്ങനെ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ നന്നായിട്ട് ഒരു 4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പിന്നെ മലക്കറിയൊക്കെ അരിഞ്ഞിടാം. അങ്ങനെ മലക്കറിയൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഞാൻ ചേന ഇട്ടിട്ടാണ് കുറച്ച് സാമ്പാർ വയ്ക്കുന്നത്. അതുപോലെ അവിയലും വെക്കണം. തേങ്ങ അപ്പോഴത്തേക്ക് അണ്ണൻ തേങ്ങ എല്ലാം തിരിങ്ങി കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ ഏകദേശം സാമ്പാറൊക്കെ അവിടെ നിന്ന് ഒരു 2-3 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിയലും ഇവിടെ വെക്കാം. അവിയലിന് അതും ഞാൻ കുക്കറിൽ വെക്കും കേട്ടോ. അപ്പോൾ 1-2 വിസിലുകൊണ്ട് റെഡിയാക്കി എടുക്കും. പക്ഷെ അത് വെന്തില്ല കേട്ടോ, കാരണം ചേന ഇത്തിരി പാടായിരുന്നു വേവാൻ. പിന്നെ എന്തായാലും അത് ഒരുവിധം വേവിച്ചെടുത്ത്. നല്ല ചൊറിച്ചിലായിരുന്നു, ഇടയ്ക്കൊക്കെ നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ഞാൻ പിന്നെ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ചേന ഒഴിച്ച് ബാക്കിയെല്ലാം വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലതായിട്ടൊന്ന് ആവി വരുന്ന സമയത്ത് മാത്രമേ ചേന ഇട്ട് കൊടുക്കാവൂ. അപ്പം ഒരുവിധം കൈ ചൊറിച്ചിൽ കുറയുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, നന്നായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പെട്ടെന്നെല്ലാം കഴുകി വാരി കുക്കറിലോട്ട് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാവൂ. അരപ്പും കൂടെ ഇട്ടിട്ട് വേണ്ടി, അരപ്പിട്ടതിന് ശേഷം മാത്രമേ ഫുള്ള് കുക്കർ അടയ്ക്കാവൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറൊക്കെ ഒരു 3-4 വിസിലൊക്കെ വന്ന് ഏകദേശം വെന്ത് കിടക്കുക. അങ്ങനെ ഞാൻ അവിയലൊക്കെ അരിഞ്ഞ് അടപ്പ് വെച്ചു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് ചതച്ചിടണം. അതിന് ജീരകവും ഉള്ളിയും കുറച്ച് തേങ്ങയും കൂടെ. ചില സമയത്ത് നല്ലതായിട്ട് തേങ്ങ വേണം, ചില സമയത്ത് കുറച്ച് തേങ്ങ എടുത്തോളാം കേട്ടോ. ഓരോ സമയത്ത് ഒരു മൂടനുസരിച്ചിരിക്കും. ചിലതിനൊക്കെ നന്നായിട്ട് തേങ്ങ വേണം. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട്, മഞ്ഞൾപ്പൊടി നമ്മൾ അവിയലിനകത്ത് ഇട്ടായിരുന്നു, എന്നാലും ഇതിനകത്തും കൂടെ ഇച്ചിരി ഒരു കളർ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം ഇട്ടൊന്ന് ചതച്ചിടാം. എനിക്ക് കൈ ഇപ്പോഴും നന്നായിട്ട് ചൊറിയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പഴം പുഴുങ്ങാൻ വെക്കണം. ചൊറിയുന്നതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിനകത്തിട്ടു. സാധാരണ ഒരു വിസിലടിക്കുമ്പോഴേ അവിയലിനെല്ലാം വേവുന്നത്. ഈ ചേനയാണെങ്കിൽ നല്ല വേവും ഉണ്ടായിരുന്നു. 1-2 വിസിൽ നന്നായിട്ട് അടിച്ചിട്ടേ അത് നന്നായിട്ട് വെന്ത് കിട്ടിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വെണ്ടയ്ക്കൊന്ന് മെഴുക്ക് പുരട്ടണം കേട്ടോ. അതിനായി ഇരുമ്പട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന എണ്ണ വെളിച്ചെണ്ണയല്ല, റൈസ് ബ്രാൻ ഓയിൽ. അതിന് തവിടെണ്ണ കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് മെഴുക്ക് പുരട്ട ഇട്ടു. പിന്നെ പഴവും മുട്ടയും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അടപ്പിൽ നമ്മൾ സാമ്പാറിന് താളിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിന് കടുകൊക്കെ വറുത്ത് ഉള്ളിയെല്ലാം ഇട്ട് മുളകെല്ലാം ഇട്ടിട്ടൊന്ന് പെട്ടെന്ന് താളിച്ചിട്ട് നമ്മൾ സാമ്പാറൊക്കെ ഏകദേശം റെഡിയായി. അപ്പോൾ സാമ്പാറും അവിയലും മെഴുക്ക് പുരട്ടിയും ഒക്കെ ഏകദേശം റെഡിയായി. നമുക്കിനി ദോശ ചുടണം.
ദോശമാവ് ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് തണുപ്പൊക്കെ വിടുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ചമ്മന്തി കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് അതെടുത്തൊന്ന് തേങ്ങ തിരിങ്ങി ഇരിപ്പുണ്ടല്ലോ, പിന്നെ കടുക് വറുത്ത് ചമ്മന്തിയൊക്കെ തട്ടിയിട്ടൊന്ന് ചൂടാക്കി വെച്ചു. അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ എന്തൊരു ദോശ ക്യാരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടപ്പം പോലെ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ദോശക്കല്ല് ഞാൻ പെട്ടെന്ന് എടുത്തൊന്ന് അടപ്പിൽ വെച്ചു കേട്ടോ. പിള്ളേർക്ക് വിശപ്പായെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചൂടാവട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ അരപ്പ് പുരട്ടി ഒന്ന് വറുക്കാനായിട്ട് എടുത്ത് വെച്ചു. ഇന്നിവിടെ ഞങ്ങൾ പ്ലെയിൻ ദോശ ആക്കാമെന്ന് വിചാരിച്ചു. സാധാ ദോശയും പ്ലെയിൻ ദോശയും എല്ലാം കഴിക്കും. എന്നാൽ ഇന്നൊരു പ്ലെയിൻ ദോശ കഴിക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് ഞങ്ങളിന്ന് നല്ല മൊരിഞ്ഞ ദോശയായിട്ട് ഉണ്ടാക്കിയത്. ഒക്കെ നെയ്യൊക്കെ വെച്ച് റെഡിയാക്കി. അപ്പോഴേക്കും സെറ്റായി. ചോറും ഒക്കെ ഏകദേശം അപ്പോഴേ റെഡിയായി അത് വിളമ്പി വെച്ചു. അങ്ങനെ മൊരിഞ്ഞ ദോശയെല്ലാം കുട്ടികൾക്കും കൊടുത്ത് ഇനി ഞങ്ങൾക്കുള്ളതും കൂടെ എടുത്ത് ചുട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേ അവരൊക്കെ കഴിക്കാനിരുന്നു. അങ്ങനെ രണ്ടുപേരും കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. രാവിലെ ഞാൻ തല നനയ്ക്കത്തില്ല, രണ്ട് സൈഡിലും കെട്ടുന്നുണ്ട്. അങ്ങനെ അത് രണ്ടിലും കെട്ടിക്കൊടുത്ത് അവളെ ഒന്ന് സുന്ദരി മണിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പോകാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുവാണ്. അങ്ങനെ എല്ലാവരെയും പറഞ്ഞൊക്കെ വിട്ടിട്ട് ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് പോയി. പിന്നെ ഞാൻ എന്നും ഒന്നീ ഇവിടുത്തെയോ അല്ലെങ്കിൽ വീട്ടിലോ വിളിച്ച് വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് കഴിക്കത്തുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.